Dear parents, teachers, and my dear friends, good evening all. ഇങ്ങനെ ഒരു ഒറ്റ യൂണിവേഴ്സിറ്റീസിൻ്റെ മുന്നിൽ ഈ ഒരു വേദിയിൽ നിങ്ങളോട് സംസാരിക്കാൻ ഒരു വേദി കിട്ടിയെന്ന് അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ തേർഡ് ഇയർ MBBS വിദ്യാർത്ഥിനിയാണ്. എൻ്റെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ സ്റ്റാർട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയിലുള്ള വെക്കേഷനാണ്. ഞാനിവിടെ 2020-22 ട്യൂഷൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എഫ് സാറ് പറഞ്ഞ പോലെ തന്നെ അൽഹംദുലില്ലാ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദ ഓൾമൈറ്റി എഫ് സർ ആൻഡ് ഹിസ് എംപയർ, ദ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ടീച്ചേഴ്സ്, പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ പാരൻസ്. എൻ്റെ പാരൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ എൻ്റെ കഴിവിൽ വിശ്വസിച്ചവരാ എൻ്റെ പാരൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ അഡ്മിഷൻ എടുക്കാൻ വന്ന ടൈമിൽ എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്, എഫ് സാറ് പറഞ്ഞൊരു വേർഡ് ഉണ്ട് എന്നോട്. സാറ് പറഞ്ഞ് ആദ്യം തന്നെ മോളെ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഈ നീറ്റ് ആസ്പിറൻസിൻ്റെ മൈൻഡിൽ JEE ആസ്പിറൻസിൻ്റെ മൈൻഡിലുള്ളൊരു സംഭവമാണ് റിപ്പീറ്റ് ചെയ്താൽ കിട്ടാവുന്ന ഒരു സാധനമാണ് ഇത് എന്നുള്ളത്. ഓൾറെഡി നമ്മൾ മൈൻഡിൽ അങ്ങ് കയറ്റി വെച്ചിരിക്കുക. അത് ഫസ്റ്റ് ആദ്യം നമ്മൾ അത് മൈൻഡിൽ നിന്ന് മാറ്റുക. സാറിൻ്റെ വേർഡായിരുന്നു ഫസ്റ്റ് എനിക്കൊരു സ്പാർക്ക്. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും, ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കണമെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ ട്രൈ ചെയ്യുക, നമുക്ക് കിട്ടും, അത്ര തന്നെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് ഇവിടെ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ട്യൂഷൻ ബാച്ച് സ്റ്റുഡൻസിനോടാണ്. നമുക്ക് ബോർഡ് എക്സാമിനും പഠിക്കാനുള്ള അതുപോലെ തന്നെ നീറ്റിനും പഠിക്കേണ്ടത് എന്താ NCERT. ചില സ്റ്റുഡൻസൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, അപ്പോൾ ജൂനിയേഴ്സൊക്കെ എങ്ങനെത്താ നമ്മളിങ്ങനെ ബോർഡിന് വേറെ പഠിക്കണോ, ഈ യൂണിവേഴ്സലിലൂടെ പഠിക്കണോ, എങ്ങനെ ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാന്നുള്ള സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. രണ്ടിനും വേണ്ടത് NCERT. ഞാൻ പഠിച്ചത് ഇവിടെ യൂണിവേഴ്സൽ ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ബോർഡ് എക്സാമിന് കൊണ്ട് അപ്ലൈ ചെയ്തത്. എനിക്ക് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 1298 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ എനിക്കത്ര സ്കോർ ചെയ്യാൻ അങ്ങനെ പറയില്ല, അങ്ങനൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. നമ്മൾ NCERT ഇപ്പോൾ എൻട്രൻസിന് വേണ്ടി പഠിച്ചെന്ന് വെച്ചിട്ട് ബോർഡ് എക്സാമിന് ഒരിക്കലും മാർക്ക് കുറയില്ല. ലാംഗ്വേജ് അത് വേറെ, അതിന് വേറെ പഠിക്കണം. NCERT തന്നെ പഠിക്കുക, എൻട്രൻസിന് വേണ്ടി തന്നെ പഠിക്കുക, അതിന് വേണ്ട ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. പിന്നെ ബോർഡ് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 ആഴ്ചയൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് ഫെമിലിയർ ആയാൽ മതി. ഒരു ഗൈഡൊക്കെ വാങ്ങിച്ചിട്ടോ ഒരു 2 ആഴ്ച മുന്നേ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മതി. ബോർഡ് എക്സാം അത്രേ ഉള്ളൂ, അത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ചു വന്നൊരു കുട്ടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് സിലബസിന് പെട്ടെന്ന് NCERTക്ക് ഒരു ചാട്ടം വരുമ്പോൾ എല്ലാവർക്കും ഒരു ഹാർഡായിരിക്കും. SCERTന്ന് NCERTക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡ് തന്നെയാണ്. പക്ഷേ ഓക്കെ, ഇത് നടക്കില്ല, സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് സുഖം, അവിടുത്തെ പഠിക്കാം, ഇവിടുത്തെ അങ്ങ് മാറ്റി വെക്കാം എന്നുള്ള ചിന്ത മാറ്റിയിട്ട് NCERTനോട് ഫ്രണ്ട്ലി ആവുക. നമ്മൾ മെല്ലെ മെല്ലെ വായിച്ചെന്താവും അതും നമ്മൾ യൂസ്ഡ് ആവും, അതിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. ഞാനിവിടെ കൊറോണ ബാച്ച് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്റ്റ് ചെയ്ത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന സ്റ്റിൽ ഓൺലൈൻ ക്ലാസ്സാണ്. കാരണം ക്ലാസ് നമുക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ആവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ്സിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവണം. ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് അറിയുന്ന ടോപ്പിക് ആണെങ്കിൽ 2x അങ്ങനെ അടിച്ചുവിടാം, അല്ലെങ്കിൽ അറിയാത്ത ടോപ്പിക് ആണെങ്കിൽ വീണ്ടും റീപ്ലേ ചെയ്ത് നമുക്ക് കേൾക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്. ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഞാൻ പക്ക നോട്ട് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. +1 ടൈമിലൊന്നും ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് എന്നിരുന്ന് ചെയ്യുക അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലോട്ടൊന്നും എത്തിയില്ലായിരുന്നു. ബട്ട് ഈ ടൈമൊക്കെ ആയപ്പോൾ ഞാൻ +2 ഈ ടൈം, അതായത് ഇപ്പോൾ ഒരു ജനുവരി ഈ ടൈമിലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് ക്ലാസ്സസ് പെൻഡിങ് ഉണ്ടായിരുന്നു, അതൊക്കെ തീർക്കാൻ തുടങ്ങി. ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ഓരോ വിഷയത്തിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും ടൈം ലേറ്റ് അല്ല. ചിലവർ വിചാരിക്കുന്നോ ഇതുവരെ പിന്നെ കിട്ടൂല, ഇനി നെക്സ്റ്റ് ഇയർ നോക്കാം, ഒരിക്കലല്ല. ദിസ് ഈസ് ദ ടൈം. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നാളങ്ങിരിക്കുക എന്ന്. ഓഫ് കോഴ്സ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എനിക്കൊരു പോയിന്റ് നോട്ട് ചെയ്താലുള്ളത്, എൻ്റെ ഒരു നീറ്റ് ജേർണിയിൽ ദ ബെസ്റ്റ് ഡിസിഷൻ ഐ എവർ മെയ്ഡ് എന്ന് എനിക്ക് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് യൂണിവേഴ്സൽ തുഷാർ ഹോസ്റ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ +2 കഴിഞ്ഞ് ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ കൂടെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോമ്പറ്റീറ്റർ എങ്ങനെയാണ് പഠിക്കുന്നത്, എത്ര ടൈം പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അത്ര ടൈം ഒരു 10 ഹവറൊക്കെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷമൊക്കെ മനസ്സിലായും കറക്റ്റ് ഉറങ്ങാനൊരു 6 ഹവർ, ബാക്കി നമ്മുടെ
ബേസിക് നീഡ്സ് ഒഴിച്ചുള്ള ബാക്കിയൊരു 17 ഹവേഴ്സ് വരെയൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങി. ഹോസ്റ്റലിൽ കയറിയതിന് ശേഷം ഇവിടുത്തെ സിസ്റ്റത്തിനനുസരിച്ച് ഫോളോ ചെയ്തു. എനിക്ക് പറയാനുള്ളത് ഫോളോ ചെയ്യുക. ഇതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ സിസ്റ്റം പക്കയാണ്. ഇവിടുത്തെ ഒരു നീറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു +2 ഓൺ ഗോയിങ് സ്റ്റുഡൻറ്റിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അങ്ങ് റിവൈസ് ചെയ്തങ്ങ് പോരാം. നീറ്റ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ചിലരുണ്ടാവും ജസ്റ്റ് മാർക്ക് നോക്കുക, ഓക്കെ അത് തെറ്റിയത് ഏതാണ് നമുക്ക് വേണ്ട, നെക്സ്റ്റ് എക്സാം ഉണ്ടല്ലോ അപ്പം നോക്കാം എന്നുള്ളതല്ല. വന്ന് നമ്മുടെ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം ആൻസർ കീ വരുമ്പോൾ നമുക്ക് എവിടെയാണ് തെറ്റിയത് എന്നുള്ളത് പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം സെയിം മിസ്റ്റേക്ക് ആവും മേ ബി നമ്മൾ റിപ്പീറ്റ് ആക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ റിപ്പീറ്റഡ്ലി നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം, എക്സാമിന് പോകുന്നതിന് ഒന്ന് നോക്കാം. ഓക്കെ, പിന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ബുക്കുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കരുത്, ഒന്നിൽ കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുക. ചെയ്ത ക്വസ്റ്റ്യനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ഈ ഒരു ഫേസ് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് അറിയാം. കാരണം ഞാനൊക്കെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് സർ ഇതേപോലെ നമ്മുടെ ഒരു AC ഹോളില്ലേ, അവിടെ ഇതേപോലെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, ഇവരുടെയൊക്കെ ലൈഫ് എന്താ അടിപൊളിയാ, കോളേജ് ലൈഫ്, നമ്മൾ മാത്രം ഇവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ സങ്കടപ്പെട്ടിരിക്കില്ല. ആ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യും, എക്സ്ട്രാ ഒരു 1 hour എക്സ്ട്രാ കൂട്ടി പഠിക്കും. അങ്ങനെ ആ സ്പിരിറ്റിലെടുക്കുക. നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു ഫേസ് കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇതേപോലെ വൺ ഡേ യൂണിവേഴ്സൽ യൂണിഫെസ്റ്റ് വേദിയിൽ വന്ന് സംസാരിക്കും. പിന്നെ കോളേജ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു റെസ്ട്രിക്ഷനൊക്കെ ഈ ടൈമിൽ മാത്രമേ ഉള്ളൂ. കുറച്ച് കോളേജ് ലൈഫിലോട്ട് എത്തിയാൽ നമുക്കൊരു റെസ്ട്രിക്ഷനും ഇല്ല. പഠിക്കണം. ഇപ്പോൾ MBBS ലൈഫൊക്കെ ആണെങ്കിൽ പറഞ്ഞില്ല, പഠിപ്പ് എന്നുള്ളത് നമ്മുടെ കോളേജ് ലൈഫിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് അങ്ങ് പോകും. ബാക്കി എല്ലാ ആർട്സ് ആണെങ്കിൽ സ്പോർട്സ് ആണെങ്കിൽ എല്ലാം നമ്മുടെ നോർമൽ സ്കൂൾ സംസ്ഥാന കലോത്സവത്തിന് വെല്ലുന്ന തരത്തിലുള്ള കോമ്പറ്റീഷനൊക്കെയാണ് നമ്മുടെ MBBS എല്ലാ കോളേജ് ലൈഫും നടക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഓഫ് കോഴ്സ് യു വിൽ ഓൾസോ ഗെറ്റ് യുവർ അടിപൊളി MBBS ലൈഫ് ഓർ എഞ്ചിനീയറിംഗ് ലൈഫ്, കോളേജ് ലൈഫ്. ഞാനും ഒരിക്കലും ഞാനൊരു ബുദ്ധിജീവി എന്നല്ലായിരുന്നു. എനിക്കും വർക്ക് ചെയ്തിട്ട് തന്നെയാണ് കിട്ടിയ. അതുകൊണ്ട് വർക്ക് ചെയ്യുക. ഡെഫിനറ്റ്ലി യുവർ ഹാർഡ് വർക്ക് വിൽ പേ ഓഫ്. ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.